ഈ വീഡിയോയിൽ നമ്മൾ സിറിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം സിറിയ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. കാരണം നമ്മൾ വിചാരിച്ചതിലും അതിഗംഭീരമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ഇതിനകത്ത് അമേരിക്കയുടെ താല്പര്യം, അമേരിക്ക പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് HTSന്റെ മേളിൽ ഒരു ആക്രമണം നടത്തണ്ട, ഇസ്രായേൽ കുറച്ച് സമാധാനപ്പെടൂ, ഞങ്ങളൊരു ഡീലിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം, അപ്പോൾ ഡീലിലേക്ക് വരൂ എന്നുള്ള രീതിയിലൊക്കെ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിലുപരിയായിട്ട് വേറൊരു ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഒരു അമേരിക്കൻ ഫാമിലി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പൊ അതിനെതിരെ അമേരിക്ക, ഇസ്രായേൽ അതിന് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആൾക്കെതിരെ നടപടി വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ അടുത്ത്. അപ്പൊ ഇതൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ സിറിയയുടെ മേളിലുള്ള അമേരിക്കയുടെ താല്പര്യം, അമേരിക്ക ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്, പൈസയൊക്കെ കൊടുത്ത് പല രീതിയിൽ അവരെ പരിപോഷിപ്പിക്കുന്നുണ്ട്, അതുപോലെ ടാങ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്, യുദ്ധോപകരണങ്ങളായിട്ടുള്ള തോക്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഇവർ തീവ്രവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള താല്പര്യം ഉണ്ടാവുമല്ലോ. സിറിയയുടെ മേളിലുള്ള റെയർ എർത്ത് എലമെന്റ്സ് തന്നെയാണ് പ്രധാനപ്പെട്ട താല്പര്യം. അപ്പൊ ഇത് അമേരിക്കയുടെ സിലിക്കൺ വാലിയിലുള്ള വമ്പൻ കമ്പനികൾക്ക്, വൻകിട കമ്പനികൾക്ക് സിറിയയുടെ മേളിൽ താല്പര്യമുണ്ട്. സിറിയയിലുള്ള അസറ്റ് അത് ഏത് വിധേനയെങ്കിലും അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇതിന്റെ പുറകിൽ. അതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ജൊലാനി, നീ ഏത് അൽഖയ്ദയിലുള്ള ആളായിരുന്നെങ്കിലും നമുക്കൊരു വിഷയമില്ല, നീ വന്ന് എന്തായാലും കസാരയിൽ ഇരുന്ന സ്ഥിതിക്ക് ഒരു ഡെമോക്രാറ്റിക് രീതിയിൽ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ തീവ്രവാദങ്ങളൊക്കെ ഒന്ന് ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നിനക്ക് വേണ്ട രീതിയിൽ നീ നടപ്പിലാക്കിക്കോ, പക്ഷേ പ്രത്യക്ഷത്തില് ഒരു ഗ്ലോബൽ വ്യൂ പോയിന്റിൽ നീ ഒരു തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കരുത്. മറ്റുള്ളവർ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അങ്ങനെ തോന്നരുത്. അപ്പൊ ആ രീതിയിൽ കുറച്ച് ലിബറൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അമേരിക്ക സഹകരിക്കും, പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് സഹകരിക്കും, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും തന്നെ സഹകരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനു മുമ്പ് തീവ്രവാദിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ജൊലാനിയെ ഇപ്പൊ അമേരിക്ക പറയുന്നത് ഈസ് എ ഗുഡ് ഗൈ. യെസ്, ഒരു സമയത്ത് അയാൾ ഭയങ്കര ഭീകരവാദി ആയിരുന്നു, പക്ഷേ ഇപ്പൊ അയാള് ഇച്ചിരി പശ്ചാത്തപിച്ച് നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് അവരെ തീവ്രവാദ പട്ടികയിൽ നിന്നൊക്കെ ഒഴിവാക്കി സിറിയയെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുന്ന പോലെ അമേരിക്ക കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ടൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ HTSന്റെ മേളിൽ ഒരു ആക്രമണം നടത്തുന്നു വെച്ചോ. ഇതിനകത്ത് ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊന്ന് ഹെസ്ബുള്ള, 2 ഹൂത്തികൾ, 3 ഇറാൻ, ഇങ്ങനത്തെ കുറച്ച് ടീമുകളുണ്ട്. അപ്പൊ ഈ ടീമുകളെ കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തുർക്കി ഇതും കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്. പിന്നെ ഇറാഖിന്റെ ഉള്ളിലുള്ള കുറച്ച് മലേഷ്യ ഗ്രൂപ്പുകളുമുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ സിറിയയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ രാജ്യങ്ങളാണ്. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ, ഇപ്പം സിറിയയ്ക്കുള്ളിൽ ഈ ഒരു ജുലാനി ഭരണകൂടം താഴെ ഇറങ്ങുന്നുവെങ്കിൽ വലിയ ചാലഞ്ചാണ്. ഇസ്രായേലിനും ചാലഞ്ച് തന്നെയാണ്, പക്ഷെ ആ ഒരു മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്ക് തന്നെ വലിയ ചാലഞ്ചാണ്. കാരണം ഈ ജുലാനി ഭരണകൂടം താഴെ ഇറങ്ങിയാൽ കഴുകന്മാരെ പോലെ കാത്തിരിക്കുകയാണ് ഇറാൻ, തുർക്കി, ഇതുപോലത്തെ ഞാൻ പറഞ്ഞ ഈ മലേഷ്യ ഗ്രൂപ്പുകൾ എല്ലാം കൂടെ ചേർന്ന് ഈ ഇറാഖിന്റെ ഉള്ളിലിരിക്കുന്ന ആ മലേഷ്യ ഗ്രൂപ്പുകളെ പതിയെ സിറിയയുടെ ഉള്ളിലേക്ക് തള്ളി അങ്ങ് ഇറക്കും. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ചാലഞ്ചാണ്. ഇപ്പൊ ഇന്ന് തന്നെ തയ്യിബ് എർദോഗൻ ഒരു കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് കോൾ ഫോർ ചെയ്തിരിക്കുന്നത്? ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒത്തുകൂടണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേലിനെ അടിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരം ഇപ്പൊ സിറിയയിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങ് സിറിയയിൽ ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഒരു പരിധിക്ക് അങ്ങ് ഒതുക്കാം എന്നുള്ള നിലയിലുള്ള ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തയ്യിബ് എർദോഗൻ. ഓക്കെ, തയ്യിബ് എർദോഗനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ നമ്മൾ ഇതിനകത്ത് ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോവാം. അമേരിക്കയുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ 2 വിഷയത്തിലാണ് നമ്മൾ ഇതിനകത്ത് നോക്കി കാണേണ്ടത്. ഒന്ന് ബ്രസീലിന് 50% താരിഫാണ് അമേരിക്ക ഇട്ട് കൊടുത്തത്, ഈ ഒരു ട്രേഡ് താരിഫ്. അപ്പൊ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമേരിക്ക പറഞ്ഞ ഒറ്റ റീസൺ ആണ്. അപ്പൊ അതിനകത്ത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള സോയാബീന്റെ ഇഷ്യൂ ഒന്നും അവിടെ ട്രംപ് എടുത്ത് പറഞ്ഞില്ല. അത് തന്നെയാണ് യഥാർത്ഥ കാരണമെങ്കിലും ട്രംപ് അതല്ല പറഞ്ഞത്. ഡിപ്ലോമാറ്റിക് ആയിട്ടൊരു കാരണമാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. ബ്രസീലിന്റെ ലീഡർ ബോൾസനാരോ ഒരുപാട് കേസുകൾ, അഴിമതി കേസ്, അതുപോലെ പല പല കേസുകൾ പുള്ളിയുടെ പേരിൽ ബ്രസീലിന്റെ കോടതിയിൽ കിടക്കുകയാണ്. അപ്പൊ അതെല്ലാം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കേസുകൾക്കായിട്ട് ബോൾസനാരോ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹിയറിംഗ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇതാണ് ഒരു ഡെമോക്രാറ്റിക് നേഷനിൽ, അതായത് ഓപ്പോസിറ്റ് പാർട്ടി, അത് പ്രതിപക്ഷ നേതാവിന് ഒരു വോയിസും ഇല്ലാത്ത രീതിയിൽ ബോൾസനാരോ പെരുമാറുന്നു എന്നാണ് ഒരു അലിഗേഷൻ മാത്രമല്ല, തീർച്ചയായിട്ടും പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു അവസ്ഥ വെച്ചാണ് അവിടെയും പൊളിറ്റിക്സ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത് തികച്ചും ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഇന്റർണൽ ഇഷ്യൂ ആണ്. അതിനിപ്പോ ഡൊണാൾഡ് ട്രംപിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് താരിഫ് ഫിക്സ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ട്രംപ് പർപ്പസ്ഫുള്ളി വേറൊരു കാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ താരിഫ് ഇട്ടതെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ നമ്മൾ നേരെ മറിച്ച് തുർക്കിയിലേക്ക് പോവാം.
തുർക്കിയിലെ തായിബ് എർദോഗൻ വളരെ വേണ്ടപ്പെട്ട ആളാണല്ലോ ട്രംപിന്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തായിബ് എർദോഗൻ അവിടെ ഇമാമുലു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. പുള്ളി ഇസ്താൻബുളിലെ മേയറായിരുന്നു. അപ്പൊ അടുത്ത ഇലക്ഷനിലേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷത്തിൽ വിജയം നേടിയേക്കാം എന്നുള്ള സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഇക്രം ഇമാമുലു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി. ആ വ്യക്തിയെ ഇപ്പൊ ജയിലിൽ പിടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ ഏതാണ്ട് 6-7 മാസമായി, ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇവ ഇന്നലെ പുള്ളിക്കെതിരെ കോടതി വിധി വന്നിട്ടുണ്ട്. എന്താണ് കോടതി വിധി? 1 വർഷം 8 മാസത്തേക്ക് വീണ്ടും തടവിൽ കിടക്കണമെന്നാണ് വിധി വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതായത് ഇതില് കംപ്ലീറ്റ് ഇതിന്റെ പുറകിലുള്ളത് തായിബ് എർദോഗനാണ്. ആ 1 വർഷം 8 മാസത്തിനുള്ളിൽ പുതിയ ഇലക്ഷൻ വേണമെങ്കിൽ സംഘടിപ്പിക്കും. അങ്ങനെ ഇലക്ഷൻ സംഘടിപ്പിച്ച് തായിബ് എർദോഗന് വേണമെങ്കിൽ ആ രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഒപ്പോണന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു പക്ഷേ കൂടുതൽ വോട്ട് തായിബ് എർദോഗന് കിട്ടി തായിബ് എർദോഗൻ വീണ്ടും പൊസിഷനിലേക്ക് വന്നേക്കാം. അപ്പൊ ആ രീതിയിൽ ഓപ്പോസിറ്റ് ലീഡറിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ജയിലിന്റെ ഉള്ളിലേക്ക് പിടിച്ചിടുന്നതിൽ തായിബ് എർദോഗൻ നമ്പർ 1 ആണ്. അപ്പൊ എന്നാൽ തായിബ് എർദോഗനെതിരെയും ഇതേ രീതിയിലുള്ള നിലപാട് ട്രംപ് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഉത്തരം പറയണം. ബ്രസീലിന്റെ ബോൾസനാറോയ്ക്ക് ഒരു നിലപാട്, തുർക്കിയിലെ തായിബ് എർദോഗന് ഒരു നിലപാട്. ഇതാണ് അമേരിക്കയുടെ ഇരട്ടത്തപ്പ്. വീണ്ടും നമ്മൾ സിറിയയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, അപ്പൊ സിറിയയിലുള്ള ഈ ഒരു തീവ്രവാദ ഭരണകൂടത്തിനെ നിലനിർത്തണം, ഒരു പീസ് ഡീൽ ഉണ്ടാക്കി നിലനിർത്തണം എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇവിടെ സിറിയക്കുള്ളിൽ ഇന്നലെ സംഭവിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാല് സിറിയയിലെ ജുലാനിക്കെതിരെ, അതായത് ഈ ജുലാനി അഥവാ അഹമ്മദ് അൽഷാരക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാല് സിറിയക്കുള്ളിൽ അഹമ്മദ് അൽഷാരയുടെ ഭരണം താല്പര്യപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. അവര് സുന്നി വിഭാഗത്തിലുണ്ട്, ഷിയ വിഭാഗത്തിലുണ്ട്. പക്ഷേ മെയിൻ ആയിട്ടും സുന്നി വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. അവര് ഈ ജൊലാനിയെ എതിർക്കുന്നുണ്ട്. അതിനുള്ള പ്രൊട്ടസ്റ്റും ഇന്നലെ സിറിയക്കുള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് പല സ്ഥലങ്ങളിലുമുള്ള ഫ്ലാഗ് താഴ്ത്തിയിട്ട് ഇസ്രായേലിന്റെ ഫ്ലാഗ് അവിടുത്തെ സുന്നി മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ ഉയർത്തിയിട്ടുണ്ട്. കാരണം ഈ ജൊലാനി ഭരണകൂടത്തിലേക്ക് വിശ്വാസം പോരാ. കാരണം ഇസ്രായേലാണ് കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ ഇപ്പം അസാദിന്റെ ഭരണകൂടത്തിനെ വീഴ്ത്തിയതായിക്കോട്ടെ. അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒറ്റ രാജ്യം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ജൊലാനി ഇന്ന് കസേരയിലിരിക്കുന്നത്. അതാണ്. അപ്പൊ അതുകൊണ്ട് ജൊലാനി മൊസാദിന്റെ ഏജന്റ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മഹാവിട്ടിത്തരമാണ്. അങ്ങനെയൊന്നുമില്ല. ഈ ഇസ്രായേൽ ഇറാനും അസാദ് ഭരണകൂടത്തിനും ആ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആ ഒരു റെജീമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എടുത്ത ശ്രമത്തിന്റെ ബൈ ഡീഫോൾട്ട് ആയിട്ട് വന്ന് കയറിയതാണ്. അതിന്റെ ഒരു ഗുണഭോക്താവായതാണ് ജൊലാനി. പിന്നെ ആരെങ്കിലും ഭരിച്ചോട്ടെ, കാരണം ഇസ്രായേലിന് ഇപ്പൊ സിറിയയിൽ കയറിയിരുന്ന് ഭരിക്കാനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഇരുന്ന് ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ വെറുതെ വിട്ടതാണ്. അങ്ങനെ വെറുതെ വിടുന്ന സമയത്തും ഇസ്രായേലിന്റെ അടുത്തേക്ക് അഥവാ ഇസ്രായേലിന്റെ അടുത്തേക്ക് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഗോലാൻ ഹൈറ്റ്സ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ന് മേടിച്ച് കൂട്ടിയത്. ഇതേ സിറിയക്കുള്ളില് ഞാൻ പറഞ്ഞല്ലോ കഴുകന്മാരെ പോലെ കാത്തിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പം ജൊലാനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ജൊലാനി വാതിൽപ്പടിയിൽ പോലും കയറ്റാതെ പുറത്തേക്ക് മാറ്റി നിർത്തി വെച്ചിരുന്ന ആൾക്കാരാണ് ഇറാന്റെ ഷിയ ഭരണകൂടം, അതേപോലെ ഇറാഖിന്റെ മലേഷ്യ ടീമുകൾ, അതുപോലെ തന്നെ ഈ ഹെസ്ബുള്ള ടീമുകൾ. ഇതെല്ലാം തന്നെ ജൊലാനി തുരത്തി ഓട്ടിച്ചു വിട്ട ആൾക്കാരാണ്. ഇപ്പൊ അവരെല്ലാരും കൂടി ഇപ്പൊ ജൊലാനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൊലാനിക്ക് ഞങ്ങൾ സപ്പോർട്ടാണ്. ഇപ്പൊ ഹൂത്തികൾ ഒരു അനൗൺസ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ നിങ്ങൾ മറന്നോ, ഞങ്ങൾ ഡെയിലി കോട്ട വെച്ച് 1-2 മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു, അത് വേറെ കാര്യം. അവർ ഡെയിലി ഹൂത്തികൾക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട്. അവർ ഡെയിലി ഒരു മിസൈൽ വെച്ചങ്ങ് വിടും. അതാണ് ഡെയിലി രാവിലെ എണ്ണീറ്റ് ഉടനെ പല്ല് കേൾക്കുന്ന പോലെയാണ്. ഇന്നത്തെ രാവിലത്തെ ഇസ്രായേലിന്റെ മിസൈൽ വിട്ടോ? ഇല്ല വിട്ടില്ല സാർ. ഉടനെ ഒരെണ്ണം വിട്ടോളൂ എന്ന് പറയും. അങ്ങനെ ചുമ്മാ അങ്ങ് എണ്ണം പറഞ്ഞ് ഒരെണ്ണം വിടുന്നതാണ്. അങ്ങനെ ആ രീതിയിലാണ് മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്ന ഹൂത്തികൾ. അപ്പൊ അവർ വീണ്ടും ഇപ്പം ത്രെട്ട്, ഇസ്രായേലിനെതിരെ ഭീഷണി. അതായത് നിങ്ങൾ സിറിയയിൽ കയറിയിട്ട് നിങ്ങൾ വേണ്ടാത്ര വില കാണിക്കരുത്, ഞങ്ങൾ ഇവിടെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട, ഞങ്ങൾ മിസൈൽ വിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്രായേൽ പറഞ്ഞ് നിങ്ങൾ എത്ര വേണേലും വിട്ടോ, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇവരെല്ലാരും കൂടി ചേർന്ന് ഇപ്പം ജൊലാനിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അത് അടുത്തൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് സിറിയക്കുള്ളിൽ വീണ്ടും ഇറാന്റെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുമോ എന്നുള്ള നിലയിലുള്ള ചിന്തകളും ചരടുവലികളൊക്കെ പിന്നിൽ നടക്കുന്നുണ്ട്. ഇനി അഥവാ ജൊലാനി എന്ന് പറഞ്ഞ ആ ഒരു അഹമ്മദ് അൽഷാരയെ ഈ പൊസിഷനിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നെങ്കിൽ അതിന് തക്കതായ റീപ്ലേസ്മെന്റ് ഇസ്രായേൽ കണ്ടെത്തിയിട്ട് തന്നെയായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. തൽക്കാലം കൂടുതലായിട്ട് സിറിയയിൽ പോയി ഉപദ്രവിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഇസ്രായേലിന് താല്പര്യമൊന്നുമില്ല. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിന് ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ, അതായത് അവർക്ക് വേണ്ടപ്പെട്ട സ്ഥലം, ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടപ്പെട്ട സെപ്പറേറ്റ് ടെറിട്ടോറിയൽ ഏരിയ അതങ്ങ് കൊടുത്തിട്ട് മിണ്ടാതെ നിങ്ങളുടെ ജോലി നോക്കി പോവുക. ഇതാണ് ഇപ്പോഴും ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതൊരു പ്യൂർ അനാലിസിസ് റിപ്പോർട്ട് വായിച്ചതിന്റെ പേരിൽ എടുത്ത ഒരു വീഡിയോ ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.